തലയിൽ ഒരു ഹെൽമറ്റും വെച്ചു നിൽക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. 2 കപ്പലുകൾ മുങ്ങി തുടരും എന്ന അടിക്കുറിപ്പോടുകൂടി പിണറായി വിജയനെ അടപടലമില്ലാതാക്കിക്കൊണ്ടാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ട്രോൾ നിറയുന്നത്. അല്ലെങ്കിലേ പിണറായി തൊട്ടതും നോക്കിയതും കണ്ടതുമൊന്നും 24 മണിക്കൂർ തികച്ചിട്ടില്ല, അതിനു മുൻപേ അത് ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാകും എന്ന പേരുദോഷം മായ്ച്ചാലും മായാത്ത തരത്തിൽ കത്തി നിൽക്കുന്നതിനിടയിലാണിപ്പോൾ പിണറായി വിജയൻ 3ാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കാനിരിക്കുന്ന കപ്പലുകളൊക്കെയും മുങ്ങിത്താഴുന്നത്. 2 ആഴ്ചക്കിടയിൽ 2 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തീരദേശവാസികളിൽ ഒരാൾ ചോദിച്ചു, കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ സുരക്ഷാ മുൻകരുതലായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അന്ന് പക്ഷേ വിദഗ്ധരായ ഒരുപറ്റം ഉദ്യോഗസ്ഥർ ആ ചോദ്യത്തെ പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത്. എല്ലാ അർത്ഥത്തിലും തന്ത്രപ്രധാനമായ തുറമുഖം എന്ന് അവകാശപ്പെടുമ്പോഴും ഒരപകടം സംഭവിച്ചാൽ എന്തു ചെയ്യണമെന്നതിനെ പുച്ഛിച്ച് തള്ളിയതിന്റെ ഫലമാണ് 10 വർഷങ്ങൾക്കിപ്പുറം അടിക്കടി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അതിഗൗരവകരമായ ഒരു കാര്യമുണ്ട്. മനുഷ്യ മത്സ്യ സമ്പത്തിനെ മൊത്തത്തിൽ ഇല്ലാതാക്കി ആവാസ വ്യവസ്ഥയെ തന്നെ മുച്ചൂട് മുടിപ്പിക്കുന്ന ഈ 2 കപ്പൽ അപകടവും 2 ആഴ്ചക്കുള്ളിൽ നടന്നിരിക്കുന്നത് കേരള തീരത്തോട് ചേർന്ന്, എന്നാൽ കേരളത്തിന്റെ സമുദ്രാതിർത്തികൾക്കപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് എന്നല്ലേ കാര്യമുണ്ട്. കേരള സമുദ്രാതിർത്തിക്കപ്പുറത്ത് നടന്ന സംഭവത്തിൽ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമടക്കം അനുബന്ധ പ്രവർത്തനത്തിനുമടക്കം ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കേരളത്തിനാവില്ല. പകരം കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തെ ഒറ്റ രാത്രി കൊണ്ട് മരവിപ്പിച്ച് നിർത്തിയ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഈ ദുരന്തത്തെ അതിതീവ്രമായ ദുരന്തമാക്കി പ്രഖ്യാപിക്കാതെ, അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ, നമുക്ക് ധനസഹായം നൽകാതെ കൈ കഴുകിയ ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ആ സർക്കാർ കേരള തീരത്തോട് ചേർന്ന് ദുരന്തമുണ്ടാകുമ്പോൾ നമ്മളെ വേണ്ട പോലെ കണ്ടറിഞ്ഞ് സഹായിക്കുമെന്നതിന് എന്താണ് ഒരു ഉറപ്പ്? തീർന്നില്ല. ഈ കപ്പൽ അപകടത്തിന്റെ ഫലമായി കപ്പലുകളിൽ മാരക വിഷവുമായി വന്ന എല്ലാ കണ്ടെയ്നറുകളും അടിയുന്നത് കൊല്ലവും കൊച്ചിയും കണ്ണൂരും കോഴിക്കോടും ഒക്കെയുള്ള തീരദേശ മേഖലകളിലേക്കാണ്. അതായത് ദുരന്തം മുഴുവൻ അനുഭവിക്കേണ്ടവർ നമ്മളും അതിൽ നിന്നും നമ്മെ സംരക്ഷിക്കേണ്ടത് കേന്ദ്രവുമാണ്. മോദി അധികാരത്തിന്റെ 11 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ സുരേഷ് ഗോപി വിളിച്ചു ചേർത്ത ഭാരതീയ ജനതാ പാർട്ടി എന്ന BJPയുടെ യോഗത്തിൽ കൃത്യമായി പറയുന്ന കാര്യം ഈ കപ്പൽ അപകടം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നതാണ്. പക്ഷേ കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും കേന്ദ്രത്തോട് ചോദിച്ചിട്ടാവണം. കേന്ദ്രം നടപടിയെടുക്കും എന്നാണ്. അവിടെ ഒരു കാര്യം കൂടി സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. കപ്പൽ മുങ്ങിയതുമായി കമ്പനിക്കെതിരെ കേസ് എടുക്കേണ്ട എന്നും നഷ്ടപരിഹാരം മാത്രം മതിയെന്നുമുള്ള കേരള സർക്കാർ നിലപാട് കേന്ദ്രത്തോട് ചോദിച്ചില്ല എന്ന്. അതിനർത്ഥം എന്താണ്? വീണ്ടും നമ്മൾ കേന്ദ്രത്തിന്റെ കാല് പിടിക്കണമെന്ന് തന്നെയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലിൽ ഒന്ന് മത്സ്യസമ്പത്താണ്. അങ്ങനെയിരിക്കെ ഇന്നിപ്പോൾ മീൻ വിൽക്കുന്ന കടകൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ തീന്മേശകളിൽ നിന്നും മീൻ അപ്പാടെ ഇല്ലാതായി. കല്യാണ സൽക്കാര ശാപ്പ് വിഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ട എല്ലാ മീനുകളും വെട്ടിമാറ്റപ്പെട്ടു. മീനും മീൻ വിഭവങ്ങളും കൊതിയോടെയും ആർത്തിയോടെയും നോക്കിയിരുന്ന നമ്മൾ ഇന്ന് മീൻ കാണുമ്പോഴേ പേടിച്ചു പോവുകയാണ്. എന്നാൽ ഇതേറ്റവും അധികം ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. മഴ അല്ലെങ്കിലേ അവരുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ഈ കപ്പൽ അപകടം. ഇവിടെ അവരെ സംരക്ഷിക്കേണ്ടുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നിരിക്കെയാണ് കപ്പൽ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം സ്വീകരിച്ച് വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തെ രക്ഷിച്ച സൈനികർക്ക് കൈത്താങ് നൽകാൻ കേരള സർക്കാർ തീരുമാനിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടുന്നത് സർക്കാരിന്റെ വെറും കടമ മാത്രമല്ല, ഉത്തരവാദിത്തം കൂടിയാണ്. അതിന് ഈ മാർഗം മാത്രമേ ഉള്ളൂ എന്നത് മറ്റൊരു ചോദ്യം. എങ്കിൽ പോലും കേരള തീരം തൊട്ട് നമ്മുടെ തുറമുഖങ്ങളിൽ തൊട്ട് അനായാസം തിരിച്ചു പോകേണ്ടുന്ന ഈ കപ്പലുകളൊക്കെ കേരള തീരം തൊടുമ്പോഴേ മുങ്ങുകയും കത്തുകയും ചെയ്യുന്നത് എങ്ങനെ? അതിനു പിന്നിൽ മറ്റാരെങ്കിലും മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നത് ഒരു ചെറിയ ചോദ്യമല്ല.